ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിന് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മഹാ എപ്പിസോഡാണ്. നമുക്കിന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് കടന്നാലോ അല്ലേ? അങ്ങനെ നമ്മുടെ അവന്തികയെ കാണിക്കുകയാണ്. അപ്പോൾ അവന്തിക ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണ്. അതായത് നാഗേന്ദ്രനാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് അച്ഛൻ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്ത് വിശേഷം മോളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അച്ഛൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് അബി ഈ അവന്തികയുടെ സംസാരം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അച്ഛ എന്നുള്ളൊരു വാക്കാണ് അവിടെ അബി കേൾക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിയാണെങ്കിൽ ഇവിടെ എന്തിനാണ് അച്ഛ എന്ന് വിളിക്കുന്നത്? ആരെയാണ് ഇവിടെ അച്ഛ വിളിക്കുന്നത്? എനിക്കറിയാത്ത അച്ഛൻ ഇവൾക്കോ എന്നിങ്ങനെ ഭയങ്കര സംശയത്തോടു കൂടി തന്നെ. അപ്പോൾ അവന്തിങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ഏതായാലും അച്ഛനെ കാണാനായിട്ടേ എനിക്ക് തിടുക്കോ അച്ഛാ. അച്ഛൻ്റെ ഞാൻ വരുന്നുണ്ട്. ഏതായാലും അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് കുഴപ്പം അച്ഛാ? ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിയാണെങ്കിൽ നേരെ അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവന്തികയോട് ചോദിക്കണം, നീ ആരെയാടി ഫോൺ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന്തിക അവിടെ ഒന്ന് പതറുകയാ. പറ, ആരെയാ ഫോൺ ചെയ്തതെന്ന്? അത് പിന്നെ എൻ്റെ ഫ്രണ്ടിനെ. ഫ്രണ്ടോ? സത്യം പറയടി, ആരെയാടി ഫോൺ ചെയ്തത്? എന്താ അഭിയായിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ കേട്ടു. കേട്ടത് കൊണ്ടാണല്ലോ നിന്നോട് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത്. പറ അവന്തികെ, ആരോടാ നീ സംസാരിച്ചത്? നീ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. ഓഹോ, ഫ്രണ്ടിൻ്റെ അച്ഛനോ? അതെ, ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അച്ഛനോട് ഞാൻ കുറേ വിശേഷങ്ങളെല്ലാം ചോദിച്ചെന്നേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഫ്രണ്ടിൻ്റെ അച്ഛൻ നിനക്കേ ഈ ഇടയായിട്ട് എന്തൊക്കെയോ കള്ളത്തട്ടിപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അഭിയേട്ടാ. അഭിയേട്ടൻ അങ്ങനെ മനസ്സിൽ പല കാര്യങ്ങളും തോന്നും. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അഭിയേട്ടൻ്റെ പാട് നോക്കിപ്പോ അഭിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോഴേക്കും അബിക്ക് എന്തൊക്കെയോ സംശയങ്ങളിനെ കുതിച്ചു വരികയാണ്. ഇവളുടെ പോക്ക് ശരിയല്ല, ഇവളെ ഞാനിനി നിരീക്ഷിച്ചേ മതിയാവുള്ളൂ. ഇവള് ആരായിട്ടാണ് രഹസ്യം എന്നൊക്കെ എനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇവളുടെ മനസ്സിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്, അതെനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളെന്ന് നമ്മുടെ അബി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും ആദർശിനെയും നയനെയുമാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ നന്ദുവിനോട് പറയാണ്, ഏതായാലും നമുക്കിങ്ങനെ ഇത് വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവിടെ കുറേ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്ത കാര്യമാണ്. പക്ഷേ ഈ ഡേവിഡിന് പിന്നിൽ ആരാണ് കളിക്കുന്നതെന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ ആ ഹോട്ടൽ റെയ്ഡ് ചെയ്യണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടൻ വിചാരിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല ഈ റെയ്ഡ്. അങ്ങനെ അത്രയും വലിയൊരു കമ്പനി കയറി റെയ്ഡ് നടത്താനായിട്ട് പറ്റില്ല ആദർശേട്ടാ. അതാണ് യഥാർത്ഥത്തിൽ സംഭവം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പറ്റും. കാരണം മുത്തശ്ശനെ കഴിഞ്ഞാൽ ഏത് വലിയ കമ്പനി ആയാലും ഏത് വലിയ ഹോട്ടലാണെങ്കിലും അവിടെ കയറി റെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മുത്തശ്ശന് വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ മുത്തശ്ശനൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് വ്യക്തമാകുക തന്നെ ചെയ്യും. അവിടെ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ ആദർശ് പറയുകയാണ്. ആദർശേട്ടന് അങ്ങനൊരു കാര്യം ഉറപ്പാണെങ്കിൽ ശരി, ഞാൻ ഇപ്പം തന്നെ മൂർത്തി മുത്തശ്ശനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ആണെങ്കിൽ നേരെ മുത്തശ്ശനെ വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ നന്ദുവിൻ്റെ കോള് കാണുകയാണ്. മോളെ നന്ദു, എന്താ വല്ല ട്രാൻസ്ഫറോ ആയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല മുത്തശ്ശ, ട്രാൻസ്ഫറൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് മുത്തശ്ശൻ വിളിച്ചത്. ഒരു കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ, അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്താണ്, വല്ല സഹായമാണോ? ചേച്ചിയെയും ചേട്ടനെയും സഹായിക്കാനാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോളെ. ഇത് കേട്ടത് ആദർശ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്, സ്പീക്കർ ഫോണായിട്ടിരിക്കുന്നത്. അപ്പോൾ ആദർശിന് ഭയങ്കര ഒരു സങ്കടം തോന്നിക്കണം. അയ്യോ ഇല്ല മുത്തശ്ശ, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ, ഇത് ഒരു റെയ്ഡ് നടത്താൻ വേണ്ടി ആയിരുന്നു. കാരണം ആ ഒരു ഹോട്ടലിൽ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. വേറൊന്നുമല്ല, ആ ജ്വല്ലറിയില്ലേ അവരെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉടനെ അങ്ങോട്ട് കയറി റെയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം മുത്തശ്ശന് കുറേ ബന്ധങ്ങളുണ്ടല്ലോ, ഉയർന്ന കുറേ ബന്ധങ്ങൾ. അപ്പോൾ അവരെ വിളിച്ചൊന്ന് ഈ ഹോട്ടലൊന്ന് റെയ്ഡ് ചെയ്യാൻ ആവശ്യപ്പെടണം എന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ മുത്തശ്ശനെ വിളിച്ചത്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു തരണം മുത്തശ്ശ. ഇത്രയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം.
പിന്നെ മൂർത്തീസ് കമ്പനിയും കുറച്ച് തകർച്ചയുടെ വക്കിലാണ്. അനി ഇവിടെ MD ആയിട്ട് കയറിയെങ്കിലും അവനിപ്പോൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും കാരണം മോളുടെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ആദർശ്. അവനാണ് ഇതെല്ലാത്തിനും കാരണം. എല്ലാം വരുത്തി വെച്ചതും അവൻ തന്നെയാണ്. ഈ മൂർത്തീസ് കമ്പനി തകരാനുള്ള കാരണവും അവൻ തന്നെയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും ആദർശിനും ഭയങ്കര സങ്കടം തോന്നുകയാണ്. ശരി മോളെ, ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നന്ദുവിന് ആകെ സങ്കടം തോന്നി. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശന് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ചത് സ്പീക്കർ ഫോണിടെ മുത്തശ്ശന് ചിലപ്പോൾ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ സ്പീക്കർ ഫോൺ ഇടാൻ പറഞ്ഞത്. പക്ഷേ ഇത്രയ്ക്കും ദേഷ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെല്ലാം വിട് ആദർശേട്ടാ. മുത്തശ്ശൻ അപ്പോഴുള്ളൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം മൂർത്തീസ് കമ്പനി തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ തകർന്ന പോലെയാണ്. അപ്പോൾ അത് മുത്തശ്ശന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ അങ്ങനെ കുറ്റം പറഞ്ഞത്, അല്ലാതെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളൊന്നും അല്ല എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ മുത്തശ്ശനോട് എന്ത് സ്നേഹമോ കൊച്ചുമോന്, പക്ഷേ മുത്തശ്ശൻ്റെ വർത്തമാനം കേട്ടില്ലേ എന്നൊക്കെ സംസാരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തെളിയിക്കണം ഞാൻ നിരപരാധിയാണെന്ന്. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ കാരണമല്ല ഈ മൂർത്തീസ് കമ്പനി ഇടിഞ്ഞുപോയതെന്ന് എനിക്ക് മുത്തശ്ശിന് മുന്നിൽ തെളിയിച്ചേ മതിയാവുള്ളൂ. അതിന് തെളിയിക്കണമെങ്കിൽ ആ കമ്പനിയിൽ റെയ്ഡ് നടത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ നയനയാണെങ്കിൽ മുത്തശ്ശനെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ അവിടെ നടന്നത്. ആദർശേട്ടനെ മുത്തശ്ശൻ അത്രയ്ക്കും വിശ്വസിച്ചിരുന്നു. പക്ഷേ ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് താങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം. ഏതായാലും ആദർശേട്ടാ, അവിടെ റെയ്ഡ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇനി ഒപ്പിച്ച് തന്നോളും മുത്തശ്ശൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഹോട്ടൽ കാണിക്കുകയാണ്. അപ്പോൾ അവിടെ പോലീസ് വരികയാണ്. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നന്ദുവിനെ കാണുകയാണ്. അപ്പോൾ നന്ദുവിനെ കണ്ട റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നാഗേന്ദ്രനെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറേ പോലീസുകാർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ നന്ദു നേരെ ഈ റിസപ്ഷൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് അതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യണം. സർ, മാഡം എന്തിനാണ് മാഡം സെർച്ച് ചെയ്യുന്നത്? അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ റെയ്ഡ് നടത്തിയേ മതിയാവുള്ളൂ. അതിനുള്ള ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാഡം അതിന് ഇവിടെ എന്താണ് മാഡം പ്രശ്നം? ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് റെയ്ഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്ത് റെയ്ഡ് ചെയ്യണം എന്ത് റെയ്ഡ് ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, കേട്ടല്ലോ. കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ബാക്കിയുള്ള പോലീസുകാർ വേറെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ വേറൊരു ലിഫ്റ്റിൽ കൂടി ചാടി ഇറങ്ങിയിട്ട് നേരെ മാസ്കും വെച്ചിട്ട് ഓട്ടം. അങ്ങനെ വണ്ടി കയറി നാഗേന്ദ്രൻ പോവുകയാണ്. അല്ലെങ്കിൽ നന്ദു പിടികൂടുമെന്ന് നാഗേന്ദ്രൻ നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ നന്ദുവും കൂട്ടുകാരൊക്കെ ഓരോ റൂമുകൾ നോക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് ഡോർ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാണ്, ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് മാഡം, എൻ്റെ പേര് ജോസ് എന്നൊന്ന് പറയുകയാണ്. അങ്ങനെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്? അതേ മാഡം ഫാമിലി ആയിട്ടാണ്, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ റൂമുകളും സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ റൂമുകളെല്ലാം സെർച്ച് ചെയ്ത നന്ദു നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു റൂം അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദി ചോദിക്കുകയാണ് ഇവിടെ ആരാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒരു രാജേന്ദ്രനാണ് എന്ന് പേര് മാറ്റി പറയുകയാണ് റിസപ്ഷൻ. അപ്പോൾ പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജേന്ദ്രനോ, അയാളെന്താ അവിടെ ഇല്ലേ, അയാൾ എവിടുത്തുകാരനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഗൾഫിൽ നിന്നാണ് മേഡം വന്നിരിക്കുന്നത്. ഓഹോ, അത് ശരി. അപ്പോൾ ഇതിന് മുമ്പ് ഇയാൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് മാഡം എന്ന് പറയണം. എന്തെങ്കിലും അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചേ. അതിനെന്താ മാഡം കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബുക്കിൽ നോക്കുകയാണ്. ബുക്കിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രാജേന്ദ്രൻ എന്നുള്ളൊരു കുറച്ച് ഡീറ്റെയിൽസ് അവിടെ നന്ദുവിന് കിട്ടുകയാണ്. ഞങ്ങളെ ഏത് സമയം ഇവിടെ വന്നെന്നിരിക്കും, മനസ്സിലായല്ലോ? ശരി മാഡം. അതിനെന്താ മാഡം, ഇവിടെ യാതൊരു കുഴപ്പമില്ല മാഡം. കുഴപ്പമുണ്ടല്ലെന്നൊക്കെ ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് നന്ദു വണ്ടി കയറി പോവുകയാണ്. വണ്ടി കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ റിസപ്ഷൻ ആണെങ്കിൽ ഭയങ്കര പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക.
അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ ആദർശിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആദർശിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞാൻ പോയി സെർച്ച് ചെയ്തായിരുന്നു ആദർശേട്ടാ, പക്ഷേ അവിടെ സംഗതികളൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പിന്നെ വേറൊരു റൂം പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ റിസപ്ഷനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ റൂമിലുള്ളൊരു രാജേന്ദ്രനോ അയാളുടെ കുറേ ഡീറ്റെയിൽസ് എല്ലാം എന്നോട് പറയുകയും ചെയ്തു. ഞാനത് കാണുകയും ചെയ്തു. പക്ഷേ അയാൾ എനിക്ക് സംശയമുണ്ട്. കാരണം അയാൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടിയെന്ന് എനിക്ക് തോന്നുന്നത്. റെയ്ഡ് നടത്തുന്ന ആ റിസപ്ഷനിസ്റ്റിനെ ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. നമ്മളവിടെ റെയ്ഡ് നടത്താൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും ഏതൊക്കെയോ വഴി അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ ഡേവിഡ് അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഓണർ, വേറെ ആരോ ആണെന്ന് ഇപ്പോൾ ശരിയായ സംശയങ്ങൾ മുന്നിൽ വന്നിരിക്കുകയാണ് ആദർശേട്ട എന്നിങ്ങനെ പറയുകയാണ്. അത് തീർച്ചയായിട്ടും നന്ദു, അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് ഇവരുടെ പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയണേ. ഏതായാലും അധികം താമസിയാതെ തന്നെ ഈ ഒരു കാര്യം കണ്ടെത്തിയേ മതിയാവുള്ളെന്നും ആദർശ് അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയനയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നിയാണ്. അതെ ആദർശേട്ടാ, ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയാൽ മതിയാവുള്ളല്ലോ. അങ്ങനെ പിന്നീട് നമ്മുടെ അഭിയെ കാണിക്കുകയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ വേറൊരു കാമുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ആശേ, എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടട്ടേന്നേ, അപ്പം ഞാൻ മൺഡേ വന്നിട്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ദേ അവന്തിക ഡ്രസ്സും ചെയ്തിട്ട് പാഞ്ഞിങ്ങനെ വരുന്ന രംഗമാണ് നമ്മുടെ അഭി കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അഭിയാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞോട്ട് ഫോൺ കട്ടാക്കിയ നേരെ അവന്തികയുടെ പിന്നാലെ ഓടി 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 ഇങ്ങനെ പോവാണ്. ഇവൾ എങ്ങോട്ടാ പോണേന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ കാർ എടുത്തുകൊണ്ട് പാഞ്ഞു പോയപ്പോൾ വേറൊരു കാർ എടുത്തുകൊണ്ട് നമ്മുടെ അഭിയും പാഞ്ഞു പോവാണ്. അഭി അങ്ങനെ പാഞ്ഞു പോയി ഇവളുടെ പിന്നാലെ ഇങ്ങനെ എത്തുക. അപ്പോൾ ഇവള് വേറൊരു ഹോട്ടലിൽ ഇങ്ങനെ ഇറങ്ങുന്നതാണ് അഭി കാണുന്നത്. അപ്പോൾ ഹോട്ടലിൽ ഇറങ്ങി നേരെ കയറി ചെല്ലുമ്പോഴേക്കും ആ റിസപ്ഷനിസ്റ്റ് പറയുകയാണ്, അയ്യോ മേഡം എന്തിനാ മേഡം ഇപ്പോൾ വന്നത്? ഇവിടെ ഒരു പോലീസ് റെയ്ഡ് കഴിഞ്ഞതേ ഉള്ളൂ. പോലീസ് റെയ്ഡോ? അതേ മേഡം, പോലീസ് റെയ്ഡ് കഴിഞ്ഞുള്ളൂ. മേഡത്തിനെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും. മേഡത്തിൻ്റെ അച്ഛനെയില്ലേ, അച്ഛനെ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. എങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്ന് എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? നിങ്ങൾ എവിടത്തെ ആൾക്കാരാണ്? അയ്യോ പിന്നെ മേഡം ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ മേഡം. എത്ര നേരമായി അച്ഛൻ പോയിട്ട്? അത് പിന്നെ കുറേ നേരമായി. എടോ, ആ പോയ തക്ക നോക്കി നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നില്ലേ? നിങ്ങളൊക്കെ എന്തിനാ റിസപ്ഷനിൽ വെച്ചിരിക്കുന്നത്? ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങളാണ് നിങ്ങളൊക്കെ വെച്ചത് വെറും വേസ്റ്റായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുകയാണ്. അയ്യോ സോറി മാഡം, സോറി, നിങ്ങൾക്ക് പണി തരാം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക നേരെ പുറത്തേക്ക് വെപ്രാളത്തോടു കൂടി തന്നെ ഇറങ്ങിയിട്ട് നേരെ അച്ഛന് ഫോൺ ചെയ്യണം. എന്തൊക്കെയോടെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അഭി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്തിക ആ കാറിൽ കയറി പാഞ്ഞൊറ്റ പോക. അപ്പോൾ അഭി പറയുന്നുണ്ട്, പെട്ടെന്ന് പോയിക്കോ, അവരുടെ പിന്നാലെ തന്നെ പോടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നാലെ പോവുകയാണ് നമ്മുടെ അവന്തിക. ഒരു വീടിന് മുന്നിലെത്തുകയാണ്. വീടിന് മുന്നെത്തി കോളിമ്പിലടിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് കഥ തുറക്കുന്നത്. ആരാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അകത്തുള്ളത് എൻ്റെ അച്ഛനാണെന്ന് പറയണം. അയ്യോ മോള് വരുമെന്ന് സാറ് പറഞ്ഞായിരുന്നു, കയറി വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അവന്തിക കയറി ചെല്ലുകയാണ്. അങ്ങനെ അവന്തിക നേരെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നാഗേന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളെ ദേ നമ്മുടെ ഹോട്ടലിൽ റെയ്ഡ് നടന്നിരിക്കുകയാണ്. ഭാഗ്യത്തിനാണ് കറക്റ്റ് സമയത്ത് എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇതെല്ലാം മറ്റവൻ്റെ കളി തന്നെയായിരിക്കും, അനന്തമൂർത്തിയുടെ. കാരണം റെയ്ഡിന് സമ്മതം മൂളിയത് അവർ തന്നെയായിരിക്കും. ഈ അനന്തമൂർത്തിക്ക് വലിയ വലിയ ആളുകളായിട്ട് നല്ല കമ്പനികളുണ്ടല്ലോ. അപ്പോൾ അനന്തമൂർത്തി ആയിരിക്കും റെയ്ഡ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും നന്ദുവും കൂട്ടുകാരൊക്കെ ആ റെയ്ഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ ഭയങ്കര വെപ്രാണത്തോടു കൂടി തന്നെ പറയുകയാണ്. അപ്പോൾ അവന്തികയാണെങ്കിൽ അത് അച്ഛൻ പറഞ്ഞ 100% ശരി തന്നെയാണ്. അവർ നമ്മുടെ കള്ളക്കളികളെല്ലാം പൊളിക്കാൻ വേണ്ടി തന്നെ നടക്കുക. അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഹോട്ടലിൽ റെയ്ഡ് ചെയ്യാനായിട്ട് അവർ വന്നിട്ടുണ്ടാവുക. നന്ദുവില്ലേ, അവളെയൊന്നും അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവള് പേരും കള്ളിയാ. ഈ നമ്മളെയൊക്കെ എങ്ങനെ തകർക്കാൻ പറ്റുമോ അതേ രീതിയിൽ നിൽക്കുക. മൂർത്തി മുത്തശ്ശൻ്റെ വലിയ ആളാണ് നന്ദു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ മോളെ എന്തൊക്കെ വിചാരിച്ചാലും ഒരു ചുക്കും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പെട്ടെന്നാണ് ഇവരൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പേടിച്ചു. ദൈവം അച്ഛാ, ഇത് ആരായിരിക്കും അച്ഛാ? പേടിക്കണ്ട മോളെ, ആരും വരാനായിട്ട് പോകുന്നില്ല. പിന്നെ അവിടുത്തെ ആ ജോലിക്കാരില്ലേ, അവളോട് ഞാൻ പ്രത്യേകം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. അതുകൊണ്ട് അവൾ വിടത്തൂല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ കോളിംഗ് ബെല്ല് അടിച്ചത് നമ്മുടെ അഭിയായിരുന്നു. അപ്പോൾ ഈ വേലക്കാരി വന്ന് കഥ തുറക്കാം.
കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആരാ എന്താ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി കയറിപ്പോയില്ലേ, അവന്തിക എന്ന് പറഞ്ഞ പെൺകുട്ടി. അവന്തിക? ഏത് അവന്തിക? ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ സാറേ. നോണ പറയാൻ നിൽക്കരുത്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. നിങ്ങൾ വീണ്ടും നോണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതാണ് അവന്തിക ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ അവന്തിക എന്ന് പറഞ്ഞ പെണ്ണ് അതെൻ്റെ അനിയത്തിയാണ്. നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ സാറേ, സാറിൻ്റെ അനിയത്തിയോ? ഇങ്ങോട്ട് ആരും കയറി വന്നില്ല. നിങ്ങളിങ്ങോട്ട് മാറിക്കണ്ടേ. എനിക്കറിയാം, ഞാൻ കണ്ടതാണ് അവന്തിക ഇങ്ങോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് അവളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഇടിച്ച് അവിടെ കയറുകയാണ് നമ്മുടെ അഭി. കയറി കഴിഞ്ഞപ്പോഴേക്കും സാറേ എന്ത് പരിപാടിയാണ് സാറേ കാണിക്കുന്നത്? സാറ് പുറത്തേക്ക് പോയി സാർ, ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ, ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി നേരെ മുകളിലേക്ക് കയറി ചെന്ന് ആ റൂമിൻ്റെ അവിടെ അങ്ങ് നിൽക്കുക. അപ്പോൾ ഈ അവന്തിക ആരോടോ സംസാരിച്ച് നിൽക്കുന്ന കാണുന്നത്. അപ്പം അച്ഛനാണെന്നുള്ള കാര്യം ഈ അഭിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അഭിയാണെങ്കിൽ ആരാടി നീ അപ്പം ഇവിടെയാ വന്നേല്ലേ, ഇതാരാടി എന്ന് ചോദിക്കുകയാണ്. അവന്തിക ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പം നാഗേന്ദ്രനാണെങ്കിൽ കൊള്ളാം, നല്ല വർത്തമാനാണ്, നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ അഭി എന്ന് ചോദിക്കുകയാണ്. അപ്പം അഭി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആരാ ഇത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നീ എന്നെ സൂക്ഷിച്ച് നോക്കിയേ, നിനക്കൊരു തരി പോലും എന്നെ മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന മകൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട അഭിയാണെങ്കിൽ ഞെട്ടിത്തരിച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അച്ഛനോ എന്ന് മനസ്സിലിങ്ങനെ തോന്നുകയാണ്. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായോടാ? വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നാട് വിട്ട് പോകേണ്ടി വന്നു. അതിനുള്ള കാരണം എന്നാണെന്നറിയാമോ? ആനന്ദമൂർത്തി, അയാൾ കാരണമാണ് എനിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത്. പിന്നെ നിന്റെ അമ്മയും അതിന് കൂട്ടുനിന്നു. നിന്റെ അമ്മ വിചാരിച്ചു എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മ കുത്തുവാളെടുക്കുമെന്ന്. അതുകൊണ്ട് നിഷ്പ്രയാസം അവളെന്നെ തള്ളിക്കളഞ്ഞു. എനിക്ക് നാട് വിട്ട് പോകേണ്ടി വന്നു. പണമൊക്കെ സമ്പാദിച്ച് വീണ്ടും തിരിച്ചു വരണമെന്ന് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു മോഹം തോന്നിയിരുന്നു. അതുകൊണ്ടാ തിരിച്ചു വന്നത്. ഇപ്പോഴെങ്കിലും നിനക്കെന്നെ മനസ്സിലായോ അഭി എന്ന് ചോദിക്കുമ്പോൾ അഭിയാണെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ അച്ഛനും അത് വല്ലാത്തൊരു സങ്കടം തോന്നി. അച്ഛാ, എന്താ അച്ഛാ ഇത്? ഇത്ര നാളെ എവിടെയായിരുന്നു അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അതെ, എല്ലാവരുടെ മുന്നിൽ ഞാൻ തലയുയർത്തി പിടിച്ച് നടക്കണ്ടേ, അതുകൊണ്ട് സമ്പാദിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവന്തിക പറയുകയാണ്, അതെ അഭിയേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറിയുടെ ഓണർ അത് ഡേവിഡ് അങ്കിൾ അല്ല, നമ്മുടെ അച്ഛനാണ്. ഇത് കേട്ട അഭി ഒന്നും കൂടി ഞെട്ടിപ്പോവുകയാണ്. അതെ, അഭിയേട്ടനും ജോലി തന്നതും പിന്നെ നവ്യേട്ടത്തിക്കും ജോലി കൊടുത്തതും ഒക്കെ അച്ഛൻ്റെ മിടുക്ക് കാരണം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മോനെ, ഇപ്പോൾ സന്തോഷമായില്ലേ നിനക്ക്? സന്തോഷമായി അച്ഛാ, ഒരുപാട് സന്തോഷമായി. ഇനിയേ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ 2 മക്കളും എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുക. ആ സെൽഫിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ പറയാണ്, അതെ നിങ്ങൾക്കേ ഭക്ഷണം വാരിത്തരണമെന്ന് എനിക്ക് വല്ലാത്തൊരു മോഹമാണ്. അതെ, നിൻ്റെ ഈ അനിയത്തില്ലേ, മിടുക്കി, അവളെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വെക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ മിടുക്കിയ, അതായത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ രഹസ്യമായിട്ട് തന്നെ വെക്കും. ആർക്കും ഒരു പിടിയും കൊടുക്കാതെ അവൾക്ക് ജീവിക്കാൻ നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ ജ്വല്ലറി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞു നാഗേന്ദ്രൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് അഭിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അഭി പറയണേ, എൻ്റെ പെങ്ങളാണെങ്കിലും അവൾ എന്നെക്കാലം ഉയരത്തിൽ പോകുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മോനെ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വാരി തരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഉരുള ഇങ്ങനെ വാരി കൊടുക്കുക. അപ്പോൾ അഭിയാണെങ്കിൽ സന്തോഷത്താൽ മതി മറന്നൊരവസ്ഥയിലും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ്. അപ്പോൾ നവ്യാണെങ്കിൽ റൂമിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്തുമോളും അതേപോലെ തന്നെ നവ്യയുടെ കുഞ്ഞും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ കളിക്കുന്നുണ്ട്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചു പേടിച്ച് അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അയ്യോ അമ്മായി, ഞാൻ പൊയ്ക്കോളാം അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട മോൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര സന്തോഷം തോന്നിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, സത്യങ്ങളെല്ലാം എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഇനി എന്താ വേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട്
തന്നെ അറിയാം. അങ്ങനെ നവ്യാണെങ്കിൽ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചന്തുമുള്ള പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാളെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ തിരുമേനി എനിക്ക് നാളെ അറിയില്ല, പിന്നെ ഒരാളും കൂടിയുണ്ടേ, അത് അനന്തനാരായണൻ, പിന്നെ നാളെ പൂരം എന്ന് പറയുകയാണ്. അങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണ്. പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനസ്സുരുക്കി പ്രാർത്ഥിക്കണേ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കണേ. ഞാൻ എൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, ആ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോണേ എന്നൊക്കെയാണ് ഈ നവ്യ അവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നവ്യ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നേരെ അപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നയനയും ആദർശും കൂടി വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്, ഞാൻ ആരെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചത്, അവർ തന്നെ എൻ്റെ മുന്നിൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞേക്കുക. അപ്പോൾ നയനയാണെങ്കിൽ ചേച്ചിയോ? ഏത് ചേച്ചി? നിനക്ക് അങ്ങനെ ഒരു ചേച്ചി ഉണ്ടോ? അങ്ങനെ ഒരു ചേച്ചി നിനക്കില്ല നയനെ, നീ അവളെക്കുറിച്ചൊന്ന് ആലോചിക്കണം, നീ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ആദർശ് നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ശത്രുക്കളെല്ലാം മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കാനാണോ വന്നത്? ഞാൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, അത് ഭഗവാൻ അറിയാം. അതെ, ഭഗവാൻ അറിയാം, എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം, അതൊരിക്കൽ നിങ്ങളെയും അറിയിച്ചു തരും ഭഗവാൻ എന്നിങ്ങനെ ആദർശ് പറയാ. അപ്പോൾ നയന എടുത്തു വായിക്കും ചോദിക്കണം, അല്ല ചേച്ചി എന്താണ് പതിവില്ലാതെ അമ്പലത്തിലേക്കോട്ടൊക്കെ വന്നത്? അമ്പലത്തിലൊന്നും ചേച്ചി പോകാറില്ലല്ലോ. എനിക്ക് ദൈവത്തിനെ കാണണമെന്ന് തോന്നി, ഞാൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അതിനിപ്പോൾ എന്താന്നേ, ആർക്കെന്താ പ്രശ്നം? എനിക്കെന്താ, അമ്പലത്തിൽ വന്നുകൂടെ? നിങ്ങൾക്ക് മാത്രമേ അമ്പലത്തിൽ വരാൻ പാടുള്ളുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടാ നവ്യേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടമുണ്ട്, അതുകൊണ്ടാണ് നവ്യേച്ചി അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്കങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. അവളെ കണ്ടിട്ട് അവളുടെ മുഖത്ത് വലിയ ദേഷ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇല്ലെന്നേ, നീ ആ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, വാ കയറി പോകാത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നവ്യക്കൊരു മൂടില്ല. നവ്യക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം എല്ലാം കൊണ്ടും തകർന്നൊരു അവസ്ഥ നിൽക്കുകയാണല്ലോ. തൻ്റെ അമ്മ ഒരുപാട് പ്രാവശ്യം തന്നോട് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും, പക്ഷേ അതൊന്നും വിശ്വസിക്കാനായിട്ട് നവ്യ തയ്യാറായതുമില്ല. അങ്ങനെയല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു നമ്മുടെ അഭി. അപ്പോൾ അഭി വന്ന് ഇറങ്ങുക. അപ്പോൾ അഭി എന്നിറങ്ങിയതും ഡ്രൈവറാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. അപ്പോൾ വന്നിറങ്ങിയപ്പോഴേക്കും അഭി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ അഭി, നീ എന്നാ ഡ്രൈവറെ കൊണ്ടാണ് ഡ്രൈവിങ് ചെയ്യിപ്പിച്ചത്? അതെ. നിന്റെ കൈക്ക് സുഖമില്ലേ? അതെ, എൻ്റെ കൈക്ക് സുഖമില്ല എന്ന് പറയുകയാണ്. അല്ല, നീ അമ്പലത്തിൽ പോയോ? അതെ, അമ്പലത്തിൽ പോയി. അങ്ങനെ നവ്യ അഭയുടെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. നീ എന്താ പെട്ടെന്ന് അമ്പലത്തിൽ പോകാനുള്ള കാരണം? ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നി, പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കും നിനക്കും നമ്മുടെ കുഞ്ഞിനൊക്കെ ഒരാപത്തും വരല്ലേ എന്നാണ് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി അങ്ങനെ ഒരു ആപത്തും വരാനായിട്ട് പോകുന്നില്ല. ഇവിടെ കിടന്ന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. പുറത്തു പോകണമെങ്കിൽ പോകട്ടേന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ പോയി താമസിക്കും നമ്മൾ. അഭി, ഈ ജോലി എത്ര നാളത്തേക്കാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ തട്ടിത്തെറിപ്പിച്ചാലോ. ഇത് കിട്ടുമ്പോഴേക്കും ഒരിക്കലും ഇല്ല. ജ്വല്ലറിയുടെ ജോലി നമുക്ക് ഇനി പോകത്തില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ജ്വല്ലറിയിലെ നമ്മുടെ ജോലി ഇനി ഒരിക്കലും തെറിക്കാനായിട്ട് പോകുന്നില്ല നവ്യേ. പിന്നെ അവിടെ ജോലി കിട്ടാനുള്ള കാരണവും നീ തന്നെയാണല്ലോ, നിന്റെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ ആണെന്ന് നീ പറയുന്നില്ല. എല്ലാം നിന്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെയൊന്നും നമുക്കിനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ആ ജോലി നമ്മളെ വിട്ടു പോകില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് തരികയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അഭി അവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നവ്യ ആണെങ്കിൽ ചിന്തിക്കുകയാണ്, ഇവിടെ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? എന്തൊക്കെയോ കള്ളത്തട്ടിപ്പുകളെല്ലാം ഉണ്ടല്ലോ. അവൻ അങ്ങനെ ദൃഢമായിട്ട് ഇത്രയും നാൾ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അവിടെ നവ്യ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ജലജയെ കാണിക്കുകയാണ്. അപ്പം ജലജയുടെ അടുത്തേക്ക് അഭി വരിക. അപ്പം അഭി വന്നു കഴിഞ്ഞപ്പോഴേക്ക് നീ ഇത് എവിടെയായിരുന്നടാ? നീ ഇപ്പം ജോലിക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നിന്നെ കാണണം പോലും ഇല്ല, നിനക്കെന്ത് ഭയങ്കര ബിസി ആയോ എന്ന് ചോദിക്കുക. എനിക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണം, നിന്നെയും കൂട്ടി പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നെയും കൂട്ടിയോ? ഞാനൊന്നും വരുന്നില്ല, എനിക്ക് വരാൻ പറ്റത്തുമില്ല. അതെന്താ വരാൻ പറ്റാത്തത്? എനിക്ക് നല്ല ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് ജ്വല്ലറിയിലേക്ക് പോയേ മതിയാവുള്ളൂ. ഇന്ന് സൺഡേ അല്ലേ?
അപ്പോൾ അതിനെന്താ പ്രശ്നമെന്ന്? സൺഡേ ആയാലും ഏത് ഡേ ആയാലും എ.എൻ. ജ്വല്ലറിക്ക് ഒരേപോലെയാണ്. അവിടെ എപ്പോഴും തിരക്കും ബിസിനസ്സും ഒക്കെ മാത്രം തന്നെയാണ്. അപ്പോൾ എനിക്കതൊന്നും വിട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പോയിക്കോ, അമ്മയ്ക്ക് വേണ്ട പൈസ എല്ലാം ഞാൻ തന്നേക്കാമെന്നേ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അഭി പറയുകയാണ്. അഭിയുടെ ഓരോ വർത്തമാനങ്ങളും കേട്ടിട്ട് ഈ ജലജയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇതെന്താണ് ഇവന് ഇങ്ങനെ പറയുന്നത്? ഇതെന്ത് സംഭവിച്ചു എന്നാലോചിച്ച് ഒരെത്തും പിടിയില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.